ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. തലേന്നത്തെ മീൻകറി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ രാവിലെ കുട്ടികളെ വിട്ട് കഴിഞ്ഞുള്ളതേ രാവിലത്തെ അലങ്കോല പാത്രങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അടുക്കളയൊന്ന് ഒതുക്കി കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കിനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ചാരം വെച്ചിട്ടാണ് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ തേച്ച് മെഴുക്കുന്നത്. കാരണം പണ്ടൊക്കെ അമ്മായും അമ്മച്ചമ്മയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പാത്രം നല്ല വൃത്തിയായിട്ട് വരും, നല്ല മിന്നി തിളങ്ങുന്ന പോലെ. അപ്പോൾ എനിക്കതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുഞ്ഞിലെ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു നൊസ്റ്റു ഫീലിംഗ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എങ്കിലേ ബോറടിക്കാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഉടുപ്പ് കണ്ടിട്ട് ആരും ഒന്നും തോന്നണ്ട കേട്ടോ. ചാരത്തി പാത്രം കഴിയുമ്പം ഇങ്ങനെയൊക്കെ പണി കിട്ടും, അതൊരു മറക്കണ്ട കേട്ടോ. അങ്ങനെ എല്ലാം തൂക്കലും ഒതുക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കിനും കുഞ്ഞാവ് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഇവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. എനിക്ക് ചെറിയ ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ചുമയാണ്. എന്ത് പറ്റിയോ, കാലാവസ്ഥ വല്ലാത്തൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ചുമയ്ക്കൊരു കുറവില്ലാത്തൊരവസ്ഥയാണ്. രാവിലെ അവൾക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾക്കെന്നാൽ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു. അതൊരു പരുവത്തിലാണ് അവൾക്ക് ഫുഡ് കൊടുക്കുന്നത്. കഴിക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞനൊരു കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂമ്പ് ചെറുപയർ വെച്ചിട്ടോ അല്ലെങ്കിൽ പരിപ്പ് വെച്ചിട്ടോ തോരൻ വെക്കില്ല. ആകെ ഇന്നത്തെ പണി എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കൽ, ഇതും ചോറ് വെക്കൽ മാത്രമാണ് കേട്ടോ. അങ്ങനെ ഇതൊന്ന് അരിഞ്ഞെടുക്കണം. പണ്ടിന് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സമയത്തെ ഞാൻ എൻ്റെ ഈ അരിയുന്ന ഈ മികവ് കണ്ടിട്ട് അപ്പുറത്തുണ്ടായിരുന്ന സൗദാമായും ഒക്കെ എൻ്റെ കയ്യിൽ അരിയാൻ കൊണ്ടുതരും കേട്ടോ. നമ്മൾ അരിഞ്ഞു കൊടുക്കും, ഞാനിരുന്ന് അരിയുന്ന കൂട്ടത്തിൽ അരിഞ്ഞും കൊടുക്കും. അങ്ങനെ നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ പോയി കുറച്ച് പച്ചമുളകും പൊട്ടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇങ്ങനെ ഫ്രീസറിലാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാം. ചില സമയം കാണത്തില്ല, ചിരകി തന്നെ എടുക്കേണ്ടി വരും. അങ്ങനെ തോരത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ. എനിക്ക് പണ്ടി കൂമ്പോരനൊന്നും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോഴേ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പോട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് മറക്കല്ലേ. ടാറ്റാ.